ഭൂമി വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? വീട് വാങ്ങാൻ പദ്ധതിയുണ്ടോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആധാരം രജിസ്റ്റർ ചെയ്താൽ വസ്തു നമ്മുടെ സ്വന്തം എന്നാണ് പലരുടെയും ധാരണ. രജിസ്റ്റർ ചെയ്ത ആധാരം ശക്തമായ തെളിവാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം വസ്തു സ്വന്തമാകില്ല. ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ എന്തൊക്കെ രേഖകൾ വേണം നോക്കാം. നോട്ട് ദ ലോ പോയിന്റ്. സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ പകലന്തിയോളം പെടാപ്പാട് പെടുന്നവരാണ് ഭൂരിഭാഗവും. സ്വന്തമായി ഒരു തുണ്ടു ഭൂമി, തലചായ്ക്കാൻ സ്വന്തമായി ഒരു വീട്, ഒരു ശരാശരി മലയാളിയുടെ വലിയ സ്വപ്നങ്ങൾ. അങ്ങനെ ഭൂമിയോ വീടോ വാങ്ങി നിയമക്കുഴിയിൽ വീണ് ചതിയിൽപ്പെട്ടവരുമുണ്ട്. ആധാരം മാത്രം പോരാ എന്നതാണ് നിയമം. ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ നിരവധി രേഖകളും നടപടികളും ആവശ്യമാണ്. അതെന്തൊക്കെയെന്ന് നോക്കാം. വസ്തു വാങ്ങി ആധാരം രജിസ്റ്റർ ചെയ്ത ശേഷം വില്ലേജ് ഓഫീസിൽ പോക്കുവരവ് ചെയ്യണം. അപ്പോൾ മാത്രമേ പുതിയ ഉടമയുടെ പേര് റവന്യൂ രേഖയിൽ വരൂ. പോക്കുവരവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കരമടയ്ക്കാൻ കഴിയില്ല. ബാങ്ക് ലോൺ കിട്ടാത്ത സ്ഥിതിയും വരാം. ഉടമസ്ഥാവകാശ തർക്കങ്ങൾ ഉണ്ടാകാം. മറ്റൊന്ന് തണ്ടപ്പേരാണ്. ഭൂമിയുടെ നികുതി അക്കൗണ്ട് നമ്പറാണ് തണ്ടപ്പേര്. ഇതിൽ ഉടമയുടെ പേര്, സർവേ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാകും. തണ്ടപ്പേര് തെറ്റാണെങ്കിൽ അപകടമാണ്. പിന്നീട് നിയമവിവാദങ്ങൾ ഉണ്ടാകാം. ഒപ്പം മുന്നാധാരങ്ങൾ പരിശോധിക്കുകയും വേണം. കുറഞ്ഞത് 20 മുതൽ 30 വർഷത്തെ പഴയ ആധാരങ്ങളെങ്കിലും പരിശോധിക്കണം. ഇതിനെ ചെയിൻ ഓഫ് ടൈറ്റിൽ എന്നാണ് പറയുക. ടൈറ്റിൽ ക്ലിയർ ആണോ എന്നത് ഉറപ്പാക്കണം. അതായത് വിൽക്കുന്ന ആളിന് യഥാർത്ഥ ഉടമസ്ഥാവകാശം ഉണ്ടോ എന്ന് മുന്നാധാരങ്ങൾ നോക്കി ഉറപ്പാക്കണം. അടുത്തത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഈസി പരിശോധിക്കുക വഴി വാങ്ങുന്ന വസ്തുവിന്മേൽ ബാങ്ക് ലോൺ, ഈടുവെപ്പ്, കോടതിയിൽ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഈസി പരിശോധിക്കാതെ വാങ്ങിയാൽ പഴയ കടങ്ങൾ പോലും പുതിയ ഉടമയ്ക്ക് ബാധകമാകും. കൈവശാവകാശ സർട്ടിഫിക്കറ്റും വളരെ പ്രധാനമാണ്. വസ്തു യഥാർത്ഥത്തിൽ ആരുടെ കൈവശമെന്ന് തെളിയിക്കുന്ന രേഖയാണിത്. ഒപ്പം കരമടച്ച രസീത് നിർബന്ധമായും പരിശോധിക്കുക. പുതിയ ഭൂനികുതി രസീത് ഉണ്ടെങ്കിൽ തുടർച്ചയായ കൈവശത്തിന്റെ തെളിവായി ഉപയോഗിക്കാം. ഇതിനൊക്കെ പുറമെ ആധാരത്തിൽ കാണുന്ന സർവേ നമ്പറും സ്ഥലവുമൊക്കെ യഥാർത്ഥ ഭൂമിയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മറക്കരുത്. ഭൂമിയുടെ ഉപയോഗം എന്താണെന്നും നോക്കേണ്ടതുണ്ട്. അതായത് വാങ്ങുന്ന ഭൂമി ഏതിനത്തിൽ പെടുന്നതാണ് എന്ന പരിശോധന. ഉദാഹരണത്തിന് പാടം, പറമ്പ്, നിൽപ്പുഭൂമി തുടങ്ങിയവ. വാങ്ങുന്ന സ്ഥലത്തിന് ശരിയായ വഴി അവകാശമുണ്ടോ എന്നും നിർബന്ധമായും പരിശോധിച്ചിരിക്കണം. അവസാനമായി ഭൂമിക്ക് സഹ ഉടമസ്ഥത ഉണ്ടോ എന്ന കാര്യമാണ്. ഭൂമിക്കോ വീടിനോ കുടുംബത്തിൽ മറ്റ് അവകാശികൾ ഉണ്ടെങ്കിൽ അവരുടെ സമ്മതത്തോടെയാണോ ഇടപാട് എന്ന് നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ചുരുക്കത്തിൽ കാര്യം ഇതാണ്. ആധാരത്തിനൊപ്പം പലതുണ്ട് നമുക്ക് പരിശോധിക്കാൻ. നിയമം അറിഞ്ഞ് മുന്നോട്ടു പോകാം. ചതിക്കുഴിയിൽ വീഴാതിരിക്കാം.